ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റഡി ലൂപ്പ്. ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്രിസ്മസ് എക്സാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോസിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്ററിൽ 5 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്, അത് 3 മാർക്കിന്. രണ്ടാമത്തേതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അത് 3 മാർക്കിന്. മൂന്നാമത്തേതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്, അത് 3 മാർക്കിന്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് 5 മാർക്കിന്. കോർഡിനേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ 8 മാർക്കിന്. 8 മാർക്കിനൊക്കെ എസ്സേ എഴുതുമ്പോൾ അതുപോലെ തന്നെ 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരികയാണ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നൊക്കെ തരികയാണെങ്കിൽ എന്താണ് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ ആദ്യം എഴുതുക. അതിൻ്റെ ഫീച്ചേഴ്സ് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുക, പിന്നീട് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുക. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഓരോ ക്വസ്റ്റിന് ആൻസേഴ്സ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ 4 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെയാണ് സയൻറ്റിഫിക് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ്, അത് 5 മാർക്കിന് ചോദിക്കും. പിന്നെ രണ്ടാമത്തെയാണ് ഹെൻറി ഫയോൾ പ്രിൻസിപ്പിൾസ്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. 14 പ്രിൻസിപ്പിൾസ് നന്നായിട്ട് പഠിക്കുക തന്നെ വേണം. 8 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻ ആണ് അത് വരിക. അപ്പോൾ എന്തായാലും പഠിക്കണം. അത് പഠിക്കുമ്പോൾ ഓർഡറിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓർഡറിൽ തന്നെ എഴുതുമ്പോൾ അതിനനുസരിച്ചുള്ള മാർക്ക് ഉണ്ടായിരിക്കും. അത് 14 പഠിച്ചു പോയി വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഒരെണ്ണം ഓർമ്മയില്ലെങ്കിൽ അപ്പോൾ അടുത്തത് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ അത് 14 പഠിച്ചിട്ട് പോവുക. പിന്നെ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ഫോർമാൻഷിപ്പ്, അത് 3 മാർക്കിന്. പിന്നെ പറയുന്നത് നാച്ചുറൽസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, അതും 3 മാർക്കിന്. മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് 3 ടോപ്പിക്സ് ഉള്ളൂ. ഡയമെൻഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, അത് 5 മാർക്കിന്. സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, അത് 3 മാർക്കിന്. പിന്നെ LPC, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിൻ്റെ പേര് നന്നായിട്ട് ഓർമ്മിച്ച് വയ്ക്കണം. അത് 3 മാർക്കിന് ചോദിക്കുന്നതായിരിക്കും. നാലാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് 4 ടോപ്പിക്സേ ഉള്ളൂ. ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, അത് 4 മാർക്കിന്. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് 4 മാർക്കിന്. പ്ലാനിങ് ഓഫ് പ്രോസസ്സ്, അത് 8 മാർക്ക്, അത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെയാണ് ടൈപ്സ് ഓഫ് പ്ലാനിങ്, അത് 5 മാർക്കിന്. അഞ്ചാമത്തെ ചാപ്റ്ററിൽ കുറച്ച് ഡിഫറൻസ് ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷണൽ ആൻഡ് ഡിവിഷൻ, അത് 5 മാർക്കിന്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, അത് 5 മാർക്കിന്. പിന്നെ ചോദിക്കുന്നത് ഇമ്പോർട്ടൻസ് ആണ്. ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻസും ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും. ആറാമത്തെ ചാപ്റ്റർ ഒരു എസ്സേ ചാപ്റ്ററാണ്. ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻസ്. അത് 5 എസ്സേ ടോപ്പിക്കാണ് വരണത്. അതിൽ ചിലതൊക്കെ 5 മാർക്കിനായിട്ട് വരും. അപ്പോൾ എസ്സേക്ക് വേണ്ടി പഠിച്ചാലും നമുക്കത് 5 മാർക്കിന് ചോദിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഫസ്റ്റത്തെയാണ് പ്രോസസ് ഓഫ് സ്റ്റാഫിങ്, രണ്ടാമത്തെ പ്രോസസ് ഓഫ് സെലക്ഷൻ, മൂന്നാമത്തെ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, നാലാമത്തെ ട്രെയിനിങ് മെത്തേഡ്സ്, അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്. ഇനി 7ാമത്തെ ചാപ്റ്ററാണ്. അത് കുറച്ച് വലിയ ചാപ്റ്ററാണ്. അതൊന്നും എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 മാർക്കിന് 3 മാർക്കിനൊക്കെ ഉണ്ട്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് ഇൻറ്റൻസീവ്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ ബേരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ 3 എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അത് 5 മാർക്കിന് വരുന്നുണ്ട്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി ഉണ്ടല്ലോ, അത് 5 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ, അത് 4 മാർക്കിന്. പിന്നെ 3 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ലീഡർഷിപ്പിന് ഇമ്പോർട്ടൻസ്, പിന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അത് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 3 മാർക്കിന് 5 മാർക്കിന് പഠിക്കാൻ വെച്ചില്ലെങ്കിൽ 8 മാർക്കിൻ്റെ ആ 3 ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിട്ട് പോവുക. ചാപ്റ്റർ 8 ചോദിക്കാറുള്ളത് കൺട്രോളിങ് ആൻഡ് ലിമിറ്റേഷൻ, അതിൻ്റെ ലിമിറ്റേഷൻസ്, അത് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്, അത് 3 മാർക്കിന്. ഇത് 2 ക്വസ്റ്റ്യൻസാണ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് പഠിക്കാം. ഈ 9ാമത്തെ ചാപ്റ്ററാണ്. അതിൽ 2 എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ 2 മാർക്കിനും പിന്നെ ഒരു 3 മാർക്കിനാണ് വരണത്. അതിൽ ഫാക്ടേഴ്സ് ഓഫ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അത് 8 മാർക്കിന് ചോദിക്കും. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഫാക്ടേഴ്സ്, അത് 8 മാർക്കിന് ചോദിക്കും. പിന്നെ ഫിനാൻസ് ഫംഗ്ഷൻസ്, അത് 3 മാർക്കിന്. പിന്നെ ഫിനാൻഷ്യൽ ലിവറേജ്, അത് 2 മാർക്കിന്. ഡിഫറൻസ് ബിറ്റ്വീൻ വർക്കിംഗ് ക്യാപിറ്റൽ അതുപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റലും, അതെന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.